തെള്ളാതെ പുറകിൽ നിന്ന് എന്തോ തെള്ളുന്നേ, തെള്ളാതെ. ആണോ? എന്നോ തെള്ളാ എൻ്റെ. ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്പയാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുന്നവരൊക്കെ ആയിരിക്കും എല്ലാവരും, ഇല്ലേ? അപ്പം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തിക്ത അനുഭവങ്ങൾ ബസ്സിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. ഭയങ്കര റഷുള്ള വണ്ടിയിലും ഇപ്പം നമ്മൾക്ക് എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ റഷ് കുറഞ്ഞ വണ്ടി വരാനൊന്നും നോക്കി നിൽക്കത്തില്ല. ആദ്യമൊക്കെ ഇങ്ങനെ വരുന്നത് ഭയങ്കര റഷുള്ള വണ്ടിയിലൊക്കെയാണ്, നമ്മൾ ആ വണ്ടിയിലൊക്കെ കയറി പോകും. അപ്പോഴേ ഭയങ്കര റഷാണെന്ന് വരി നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ചിലതൊക്കെ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനൊരു ബസ്സിൽ യാത്ര പോവുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പം നമുക്ക് യാത്രയൊന്ന് തുടരാം. അപ്പം കൈ കാണിക്കട്ടെ. ബസ് നിന്നു. അപ്പം ബസ്സിലോട്ട് നമ്മൾ കയറുകയാണ്. ഭയങ്കര തിരക്കാണ് ബസ്സിനെ. പിടിക്കട്ടെ. തെള്ളാതെ പുറകിൽ നിന്ന് എന്തോ തെള്ളുന്നേ, തെള്ളാതെ. ആണോ? എന്നോ തെള്ളാ എൻ്റെ മേ, തെള്ളാതെ. ശ്വാസം മുട്ടുവാ. മുന്നിലും പുറകിലും എല്ലാവരും കൂടെ നിന്ന് സൈഡിൽ നിന്നും എല്ലാം തെള്ളുന്നു. എങ്ങനെയും ഒന്ന് ഇറങ്ങിയാൽ മതി. ഒരു സീറ്റ് കിട്ടിയിരുന്നല്ലോ. ഇതാ അവിടോട്ട് ഇരി. അവിടെ സീറ്റ് ഒഴിഞ്ഞ് അവിടോട്ട് പോയില്ലേ. എന്നോ തെള്ള എൻ്റെ അമ്മോ. ഇതെന്തോ പുറകിൽ നിന്ന് കുത്തുന്ന എന്തുവാ? തെള്ളാതെ പുറകിൽ നിന്ന് തെള്ളാതെന്ന് എന്തോ തെള്ളുന്ന ഇത്. ശ്വാസം മുട്ടിയിട്ട് വയ്യ ദൈവമേ. ഇനി ഈ കൈയൊന്ന് മാറി പിടിക്കട്ടെ. ഞാൻ കയ്യെ പിടിച്ച് എൻ്റെ കൈയെല്ലാം വേദന എടുക്കുന്നു അമ്മേ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം കാണിച്ചു തരാം. ഒരു മിനിറ്റ്. അവൻ്റെ ഒരു അസുഖം കണ്ടില്ലേ? പെണ്ണുങ്ങളെ ഒന്നും കണ്ടില്ലാത്ത പെണ്ണിൻ്റെ ദേഹത്തോട്ടിട്ട് അവന് ചാരി നിൽക്കുന്നുണ്ട്. ഒരു സെറ്റിപ്പനൂരി അവനെ കുത്തട്ട്. മര്യാദയ്ക്ക് നിൽക്കട്ടെ. നിന്നോട് എത്ര നേരം കൂടെ പറയുന്നു മര്യാദയ്ക്ക് നിൽക്കും. നീ ആ പെണ്ണിൻ്റെ ദേഹത്തോണ്ട് നിന്ന് ചാരി കിടക്കുന്നത്. ഡ്രൈവർ ബസ് നേരെ ഡിപ്പോയിലോട്ട് വിട്. ബസ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട്, അല്ലെ ഡിപ്പോയിലോട്ട് വിട്. ബസ് നേരെ വേറെ ഒരിടത്ത് നിന്ന് നിർത്തിയാക്കരുത്. അവൻ്റെയൊക്കെ നോട്ടം കണ്ടില്ലയോ? നിങ്ങൾക്ക് ബസ് മര്യാദയ്ക്ക് ഓടിച്ചുകൂടെ? മര്യാദയ്ക്ക് ബസ് ഓടിച്ചുകൂടെ? പെണ്ണുങ്ങളെ നോക്കി ഇങ്ങനെ നോക്കി ഉള്ള കട്ടറിലും കുട്ടറിലും എല്ലാം വണ്ടി ഇട്ടിരിക്കുന്നത്. മര്യാദയ്ക്ക് വണ്ടി ഓടിയില്ല, അല്ലെ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട്. എൻ്റെ ദൈവമേ, കൈ കഴിക്കുന്നേ. പിടിച്ചോണ്ട് നിൽക്കട്ടെ. മാല പൊട്ടിച്ചോ? തിരക്കിനിടെ മാല പൊട്ടിച്ചോ? വണ്ടി നേരെ പോലീസ് സ്റ്റേഷന് ഇവിടെ. ഒരിടത്തും നിർത്തണ്ട. പോലീസ് സ്റ്റേഷനോട്ട്. ഈ വണ്ടിക്കകത്ത് തന്നെ കള്ളം കാണും. അവരുടെ മാല പിടിച്ച് പറിച്ച് മേടിച്ചില്ലേ? ആ കൊച്ചെന്ത് മാത്രം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കിയ മാലയായിരിക്കും, അല്ലെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ മേടിച്ചു കൊടുത്ത മാലയായിരിക്കും. ഇതിനകത്ത് തന്നെ കള്ളനുണ്ട്. വണ്ടി നേരെ പോലീസ് സ്റ്റേഷനോട്ട് വിട്ടെ. വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ വിടാം. ഡ്രൈവർ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനോട്ട് വിട്ടെ. എന്നോ തിരക്കാ. വയ്യ. ഒരു സീറ്റ് കിട്ടി. ഇനി സീറ്റിലോട്ട് അല്പം നേരം ഒന്ന് ഇരിക്കട്ടെ. എൻ്റെ അമ്മേ. സീറ്റിലോട്ട് ഇരുന്ന് ഞാൻ എത്ര നേരമായി? 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഈ ബസ്സിൽ നിൽക്കുമോ എല്ലാവരുടെയും. ഇടിയും കൊണ്ട് കുത്തും കൊണ്ട്. ഇങ്ങനത്തെ അനുഭവം നിങ്ങൾക്ക് ബസ്സിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്നവരൊക്കെ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മളൊരു ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നുടനെ, പ്രത്യേകിച്ച് നമ്മുടെ പുറകിൽ ആണുങ്ങളോ വല്ലതുകൊണ്ട്, എല്ലാവരും ഇല്ല കേട്ടോ, ചിലരൊക്കെ നമ്മളെ ഇട്ട് കുത്തി അല്ലെന്നൊരു നമ്മളെ ശല്യം ചെയ്യും. കൈ കൊണ്ട് തോളെ പിടിക്കാൻ പറ്റും, കയ്യെ പിടിക്കാൻ പറ്റും, കാലെ പിടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തുകൊടുക്കണം? നമ്മൾ ബസ് യാത്ര ചെയ്യുമ്പോഴേ നമ്മളെല്ലാവരും ഒന്നുകിലെ കത്രിക കൊണ്ടുപോകണം, അല്ലെ പിച്ചാത്തി അവൻ്റെയൊക്കെ കൈ അങ്ങ് വെട്ടണം, അല്ലെന്നൊരു സെറ്റിപ്പം വെച്ചിട്ട് അവനെയൊക്കെ കുത്തണം അങ്ങ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.